ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നവ്യയുടെ അടുത്ത് അഭി പറയുന്നുണ്ട്, നവ്യെ നമ്മുടെ ജ്വല്ലറിയിലേക്ക് ഏതെങ്കിലും ചതിയന്മാരോ അല്ലെങ്കിൽ ഒളിഞ്ഞു നോട്ടക്കാരോ നമ്മളെ ചതിക്കാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അച്ഛനൊരു സംശയം എന്ന് പറയാണ്. അച്ഛനോ? ഏതച്ഛൻ എന്ന് നവ്യ ചോദിക്കുമ്പോൾ അച്ഛനല്ല, അച്ചായൻ, നമ്മുടെ ഡേവിഡ് അച്ചായന് ഒരു സംശയം പോലെ. നിനക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ നവ്യെ എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കൊരു സംശയമില്ല. അല്ല, മാളവികനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? മാളവിക നല്ല പെൺകുട്ടിയല്ലേ, കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ഡേവിഡിനെ സാറിന് ഒരു സംശയം, മാളവിക നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്നുണ്ടോ എന്ന്. മാളവികനെ ഒന്ന് സ്കെച്ച് ചെയ്യുന്നുണ്ട് ഡേവിഡ് സാറ്. നിനക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്ന് പറയുമ്പോൾ നവ്യ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര പാവം മാളവികയുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം എന്ന് നവ്യ വിചാരിക്കുകയാണ്. അതെ, മാളവികേനെ എനിക്കൊരു സംശയമില്ല, അവൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കാര്യം എനിക്കും അറിയാം. നിങ്ങൾ ഡേവിഡ് സാറിന് തലക്ക് മുഴുവട്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് പോവാണ്. ശേഷം നവ്യ അപ്പൊ തന്നെ ഒരു മെസ്സേജ് ആദർശിന് അയക്കുന്നുണ്ട്. കൂട്ടുകാരുടെ ഫോണിൽ നിന്നാണ് അയക്കണേ കേട്ടോ. അതായത് നവ്യ അയക്കുന്നത് വേറൊന്നുമല്ല, മാളവികയുടെ ജീവന് ആപത്താണ്, മാളവികേനെ സൂക്ഷിക്കണം, മാളവികയുടെ ജീവന് നല്ല ആപത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുകയാണ് ആദർശ്. ആ മെസ്സേജ് വായിക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. നയന് ചോദിക്കേണ്ടത്, എന്താ ആദർശേട്ടാ, മാളവിക അവിടെ കടന്നുകൂടിയത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ആ ഡേവിഡിനും അബിക്കും അതിൻ്റെ തലപ്പത്തുള്ളവർക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്. മാളവികയുടെ ജീവൻ ആപത്താന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരിക്കുക. നന്ദു ചോദിക്കേണ്ടത്, ആരാ ആദർശേട്ട മെസ്സേജ് അയച്ചിരിക്കണത്? അത് നന്ദു, ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സഹായിക്കാനായിട്ട് ആരോ നമുക്കൊരു മെസ്സേജ് അയക്കാനായിട്ട് ആ കുട്ടിയെ മെസ്സേജ് അയച്ചിരിക്കണത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതുവരെ ആ പെൺകുട്ടി പറഞ്ഞ ഒരു കാര്യവും തെറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്തായാലും മാളവികനെ സൂക്ഷിച്ചേ പറ്റൂ. അല്ലെങ്കിലും ഇന്ന് അവരുടെ തോൽവി അവർ ശരിക്കും അതിനെക്കുറിച്ച് ആലോചിക്കും. അതിൽ മാളവികയുടെ മുഖം തെളിഞ്ഞു വന്നിട്ടുണ്ടാവും. അതായത് ജ്വല്ലറിയിലുള്ള അല്ലെങ്കിൽ കമ്പനിയിലുള്ള ആരൊരാൾ ചതിച്ചു എന്ന് അവർക്ക് മനസ്സിലായി, അത് മാളവികയാണെന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാളവികയുടെ ജീവനെ തന്നെ ആപത്താണ്, ഇപ്പൊ തന്നെ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് മാളവികനെ അന്വേഷിച്ച് നമ്മുടെ ആദർശം ഇറങ്ങുവാട്ടോ. അതേസമയം മുത്തശ്ശനാണെങ്കിൽ സത്യങ്ങളൊക്കെ അനിയടുത്ത് പറഞ്ഞു, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്നും നയനടുത്തും ആദർശനോടും ഒരു വിരോധവും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ആ നയനടുത്ത് പോകുന്നുണ്ട്. നയനടുത്ത് ഞങ്ങളെല്ലാരും പറ്റിക്കുമായിരുന്നല്ലേ, മുത്തശ്ശിയും നയനടുത്ത് നമ്മളൊരു ഡീലൊക്കെ ഉണ്ടായിരുന്നല്ലേ. ആദ്യം നയനെ സമ്മതിക്കുന്നില്ല, പിന്നെ നയനെ പറയണ്ട, അതെ നീ നിന്റെ ആദർശേട്ടനോട് ഇത് പറയല്ലേ. ആദർശേട്ടനെ ശരിക്കും നമ്മുടെ യഥാർത്ഥ ശത്രുക്കളെ പിടിച്ച് മുമ്പിലേക്ക് കൊടുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മുത്തശ്ശൻ ഇത്രമാത്രം കഷ്ടപ്പെടുന്നതല്ലേ, അതുകൊണ്ട് നമ്മളായിട്ട് ആദർശേട്ടനോട് ഒന്നും പറയണ്ട, ഇതേ മുത്തശ്ശനും കൊച്ചുമോനും അതുപോലെ തന്നെ മുത്തശ്ശനും തമ്മിലുള്ള കാര്യമാണ്, അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് പറയട്ടെ നമ്മുടെ നയനയും അനിയും കൈ കൊടുക്കാണ്. അതിനുശേഷം നമ്മുടെ അനിയടുത്ത് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനി നിന്റെ വിവാഹ നിശ്ചയമാണ് ഞായറാഴ്ച. നന്ദു നിന്റെ അടുത്ത് കൂടിയിട്ടാണ് പറയണത്, അനിയുടെ വിവാഹ നിശ്ചയത്തിന് പോണതിൽ ഒരു കുഴപ്പമില്ല, പക്ഷേ അനിയുടെയും അവന്തികയുടെ വിവാഹ നിശ്ചയം നടക്കണം എന്ന് പറയാണ്. നന്ദു പറയണ്ട, ചേച്ചി അവിടെ വിവാഹ നിശ്ചയം മുടക്കണം തരുത്തി, ഞാൻ ഒന്നും പെരുമാറുമില്ല, ചെയ്യത്തൂല, ഞാൻ അവിടെ പോകുന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് നന്ദുക്ക് ഭയങ്കര വല്ലാത്ത വിഷമോട്ടോ. നന്ദു തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അതേസമയം നമ്മുടെ ആദർശാണെങ്കിൽ മാളവികയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. പക്ഷെ എവിടേക്കാ പോകുക എന്ന് അറിയത്തുമില്ല. മാളവിക തന്നെയാണ് കമ്പനിയിലെ ഒറ്റുകാരിത ഡേവിഡിനും നാഗേന്ദ്രനെ മനസ്സിലാവാണ്. മാളവികനെ നൈസായിട്ട് കമ്പനിയിൽ നിന്ന് പൊക്കിയെടുത്ത് അവരവരുടെ ഗോഡൌണിലേക്ക് കയ്യും കാലൊക്കെ ബന്ധിച്ച് കസേരയിലിട്ട് വെച്ചിരിക്കുക കേട്ടോ. ആദർശിന് എവിടെ പോകണമെന്ന് അറിയില്ല, പക്ഷെ നവ്യക്കറിയാം ഈ അബിന്റെ വഴി എങ്ങനെയെങ്കിലൊക്കെ മാളവികനെ എവിടെ ഒളിപ്പിച്ചെന്ന് അറിയാതെ. അതുകൊണ്ട് തന്നെ നവ്യ നല്ല നൈസായിട്ട് അബിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കേണ്ട, ഹോ എന്നാലും മാളവിക നമ്മളെ ചതിച്ചു അല്ലേ? അതേടി, മാളവിക ചതിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും അവൾക്കുള്ള പണി ഡേവിഡ് സാർ കൊടുത്തോളും. അല്ല, ഡേവിഡ് സാർ അവളെ എവിടേക്കാ കൊണ്ടുപോയേക്കണത് അതൊന്നും എനിക്കറിയില്ല. എന്തിനാ അബി നീ എന്നോട് കള്ളം പറഞ്ഞത്? നിനക്കറിയാലോ. അല്ല, അറിഞ്ഞിരിക്കാണ് അവളെ മുഖത്തിട്ട് 2 അടി കൊടുക്കാനായിട്ടാണ് എനിക്ക്, അതിനു വേണ്ടിയാണ് നിന്നോട് ചോദിച്ചത്. ഹോ, അവള് നമ്മുടെ കൂടെ നിന്ന് ചതിച്ചല്ലോടാ, അത് ആലോചിച്ചിട്ട് എനിക്ക് ദേഷ്യം കൂടി വരുവാ. അവളെ എവിടെയാണ് ഒളിപ്പിച്ചു വെക്കണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മണ്ടൻ അബി സത്യങ്ങളൊക്കെ തുറന്നു പറയണം നവ്യടുത്ത്. അവളെ ഇന്ന സ്ഥലത്താണ് ഒളിപ്പിച്ചു വെക്കണമെന്നുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും നവ്യ വേഗം തന്നെ ആദർശിന് മെസ്സേജ് അയക്കുകയാണ്, ഇന്ന സ്ഥലത്താണ്
നമ്മുടെ മാളവികനെ ഒളിപ്പിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പോണം, മാളവികയുടെ ജീവൻ അത്ര ആപത്താണ്, ഒരു സെക്കൻഡ് കഴിയുന്നതോറും ജീവൻ നഷ്ടപ്പെട്ടേക്കാം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയണേ. അപ്പൊ തന്നെ വേഗം തന്നെ നമ്മുടെ ആദർശ് അവിടേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് പോലീസിലും മുത്തശ്ശന്റെ വഴിയുള്ള പോലീസുകാരൊക്കെ വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരും മാളവികനെ രക്ഷിക്കാൻ വേണ്ടി തൊട്ട് പിന്നാലെ ആദർശിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. കറക്റ്റ് സമയത്ത് തന്നെയാണ് ആദർശ് മാളവികനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വരുന്നത്. മാളവികനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഡേവിഡ് ഇങ്ങനെ രണ്ട് കൈ കൊണ്ട് മാളവികയുടെ അടുത്ത് പോകുന്ന സമയത്താണ് അവിടെ ആദർശ് എത്തുകയും മാളവികനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും പിന്നെ ഡേവിഡ് ഉണ്ടല്ലോ അയാളുടെ മുഖത്ത് നോക്കി രണ്ട് അടി കൊടുക്കുകയാണ്. എന്നിട്ട് മാളവികനെ സേഫ് ആയിട്ട് മാളവികയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിയാണ് നമ്മുടെ ആദർശ് നാഗേന്ദ്രന്റെ മുഖാമുഖം കാണുവാണ്. കാരണം ആദർശാണ് മാളവികനെ അവിടെ എത്തിച്ചെന്നുള്ള കാര്യമൊക്കെ നാഗേന്ദ്രനെ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒളിഞ്ഞു നിന്ന് കളിക്കേണ്ട ഒരു കാര്യമില്ല. പൊതുശത്രുവായിട്ടുള്ള നാഗേന്ദ്രനെ മനസ്സിലാക്കിയ നാഗേന്ദ്രൻ ആദർശിനെ നേരെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടോടാ? ഓർമ്മ ഉണ്ടാവില്ല. നിനക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് അബിക്ക് 2 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവന്തിക ജലജയുടെ വയറ്റിലായിരുന്നു. അതുകൊണ്ട് ആർക്കും എന്റെ മുഖം ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ മുഖം എവിടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ശരിക്കും അങ്ങോട്ട് ഓർമ്മ കിട്ടില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ സംസാരവും പ്രവർത്തിയൊക്കെ കണ്ടപ്പോ നിങ്ങൾ ആ അഭിയുടെ അച്ഛനാണെന്ന്. അതേടാ, ഞാൻ തന്നെയാ അവന്റെ അച്ഛൻ എന്ന് പറയാണ്. ഇനി നമുക്ക് നേർക്ക് നേരെയുള്ള പോരാട്ടമാണെന്ന് പറയാണ്. ശരി, അതിനെ തന്നെയാ എനിക്കും താല്പര്യമെന്ന് ആദർശം പറയണ്ട്. അങ്ങനെ ഒരു വെല്ലു വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയ ചടങ്ങാണ് കേട്ടോ. അതെ, വിവാഹ നിശ്ചയ ചടങ്ങിന് അനന്തപുരി നന്നായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ആരെയും വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അലങ്കാര പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവന്തിക നല്ല അടിപൊളി സാരിയെ കൊടുത്ത് അനിയുടെ കണ്ണ് തള്ളാൻ വേണ്ടി തന്നെ നല്ല അടിപൊളി സാരി, ഒരുപാട് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ഡയമണ്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. തന്റെ അച്ഛനില്ലല്ലോ ഈ ചടങ്ങ് കാണാൻ. അപ്പോഴും അതാണ് നമ്മുടെ അവന്തികയുടെ വിഷമം. നവ്യാണെങ്കിലും ചതിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് ഇരിക്കുക അവൾ അഭിനയിച്ച് തകർത്തോണ്ട്. ഈ വിവാഹ നിശ്ചയം നടക്കില്ല, നീ നോക്കോ, ഈ വിവാഹ നിശ്ചയ വേദിയിൽ വിവാഹ നിശ്ചയം നടക്കും. പക്ഷെ നടക്കാൻ പോണ നിന്റെയും അനിയന്റെ അല്ല, എന്റെ അനിയത്തി നന്ദുവിന്റെ അനിയന്റെ ആയിരിക്കും. അതിനുള്ള കളികളൊക്കെ നവ്യ തുടങ്ങി വെച്ചിട്ടാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ പണ്ട് നവ്യ പുച്ഛത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ആ വിവാഹ നിശ്ചയം മുടങ്ങാൻ പോലെ അവള് നന്നായിട്ട് ഒരുങ്ങട്ടെ, നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങട്ടെ. വിവാഹ നിശ്ചയം മുടങ്ങിക്കഴിയുമ്പോൾ അവൾക്ക് പൊട്ടിക്കരയുമ്പോൾ മേക്കപ്പ് ഒന്നും ഒലിച്ചു പോവരുതല്ലോ. അതുകൊണ്ട് വാട്ടർ പ്രൂഫ് മേക്കപ്പ് തന്നെ ധരിപ്പിച്ചോളൂ എന്നൊക്കെ മേക്കപ്പ് മാനോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ നവ്യ. നവ്യക്ക് ഇത് എടുത്തേക്ക് ഭയങ്കര സ്നേഹമാണല്ലോ എന്ന് അവന്തികയും വിചാരിക്കുന്നുണ്ട്. നമ്മുടെ നവ്യയാണെന്നുണ്ടെങ്കിൽ നന്ദൂര് അവിടെ എങ്ങനെയെങ്കിലൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത് ശരിക്കും നന്ദുവിന്റെയും അനിയുടെ ആണല്ലോ. അതുകൊണ്ട് അവർക്ക് പോലും അത് അറിയില്ല അവരുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നത്. പക്ഷെ ആ ഒരു സമയം എന്തൊക്കെ സംഭവിച്ചാലും അവർ ആ സമയത്ത് ഒന്നാവും നവ്യക്ക് അറിയാം. അതുകൊണ്ട് രണ്ടുപേരും എങ്ങനെയെങ്കിലൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് നവ്യ നന്ദുവിനെയും കൊണ്ടുവരുന്നത്. അവന്തികയുടെ കയ്യിൽ മോതിരിടുന്ന സമയത്ത് അനിക്ക് അതിനൊരിക്കലും സാധിക്കില്ല. തന്റെ നന്ദു തൊട്ടടുത്തുള്ളപ്പോ എങ്ങനെയാണ് അവന്തികയുടെ കയ്യിൽ മോതിരം ഇടാൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. അങ്ങനെ അവന്തികയുടെ കയ്യിൽ മോതിരിടാതെ നമ്മുടെ നന്ദുവിന്റെ കയ്യിൽ മോതിരിടാൻ മാത്രമേ അനിക്ക് സാധിക്കുള്ളൂ. അതെ, അനി നന്ദു വിവാഹ നിശ്ചയമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അവന്തിക ശരിക്കും പ്ലിങ് ആയി പോകും. നാഗേന്ദ്രന്റെ തിരിച്ചടികളോട് തിരിച്ചടിയാണ്. വിവാഹ നിശ്ചയം മുടങ്ങുമ്പോൾ അവന്തികയുടെ തനി നിറം പുറത്തേക്ക് വരും കേട്ടോ. അപ്പോഴാണ് എല്ലാവരും അത് വിശ്വസിക്കുള്ളൂ. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.